ഈ കുംഭമേളയിലെ തിരക്കുണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മീഡിയ എക്സാജുറേഷനാണ്. നമ്മളെ കയ്യിൽ നിന്ന് കാശ് ഊറ്റി മാറ്റാനുള്ള ഒരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ഈ ഫാമിലി ആയിട്ട് പോകുന്നവരുണ്ടല്ലോ, ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ പിള്ളേരെയൊക്കെ കൂട്ടി പ്രായമുള്ളവരെ കൂടെ പോകുമല്ലോ. അവിടെ ചെന്ന് കഴിയുമ്പോഴേ നമ്മൾ എയർപോർട്ടിൽ ചെന്നിറങ്ങിയാലും ശരി, റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയാലും ശരി, അപ്പോൾ തൊട്ട് നമ്മളെ അങ്ങ് വിരട്ടുവാണ് അവന്മാരവിടെ. ഭയങ്കര തിരക്കാണ്. ഉയ്യോ, അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല, അടുക്കാൻ പറ്റത്തില്ല, മൊത്തം ബ്ലോക്കാണ് എന്ന് പറഞ്ഞിട്ട് 10 കിലോമീറ്ററിന് 2000 രൂപയൊക്കെ ഓട്ടോറിക്ഷക്കാരൻ ചോദിക്കുന്നത്. ഇന്നലെ ഒരു സുഹൃത്ത് പോയിട്ട് വന്നിട്ട് പറഞ്ഞു കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. 25,000 രൂപ വേണം ഒരു ഹോട്ടലിന്. ഒരു സാധാരണ ഒരു ഹോട്ടലിൽ 25,000 രൂപ വേണം. കാരണം ഇവർ 5 പേരുണ്ട്. ഒരാൾക്ക് 5,000 രൂപ വെച്ച് വേണം. തിരക്കാ സാറേ, റൂമൊന്നുമില്ല, ഒരെണ്ണം കൂടെ ബാക്കിയുള്ളൂ. പിന്നെ അവിടെ ആ സരസ്വതി കാട്ടിൽ ചെന്നിട്ട് അവിടുന്ന് ബോട്ടെ കയറി സംഗമത്തിലേക്ക് പോകാനായിട്ട് അവിടെയും ചോദിച്ചത് 25,000 രൂപയാണ്. 5 പേരല്ലേ, അതിനകത്ത് 2 സ്ത്രീകളുണ്ട്. ഞാൻ 1000 രൂപയ്ക്കാണ് പോയത് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ ബാർഗെയിൻ ചെയ്ത് 25,000 എന്നുള്ള നേരെ 10,000 ആയി. 10,000 നിന്നത് 6,000 കുറഞ്ഞു. എങ്ങനെയുണ്ട്? ഫാമിലി ആയിട്ട് പോകുന്നവരെ എങ്ങനെയൊക്കെ പിഴിയുക. അതിന് വേണ്ടിയിട്ട് ഈ ഇവിടുത്തെ ലോക്കൽ മാഫിയ ഉണ്ടല്ലോ, ഈ അലഹബാദിലെ അല്ലെങ്കിൽ പ്രയാഗ്രാജിലെ ഇവന്മാരും ഈ മീഡിയയും ഒക്കെ ആയിട്ട് ചേർന്ന് എന്തൊരു ഇടപാടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 10,000 പറഞ്ഞിട്ട് 1000 കിട്ടി, അത്ര ആവട്ടെ, വെച്ച് താങ്ങുവാണ് ഇവന്മാരിവിടെ. ഇതിലൊന്നും വീണ് പോകല്ലേ പ്ലീസ്.